ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് നോക്കാം. അതിൻ്റെ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്: ഹാഫ് ബോയിൽഡ് ഗ്രീൻ പീസ്, ടൊമാറ്റോ, പൊട്ടറ്റോ, ഒണിയൻ, ക്യാരറ്റ്, യെല്ലോ കളർ ക്യാപ്സിക്കം, ചില്ലി. ഓക്കെ, യെല്ലോ കളർ ക്യാപ്സിക്കം ഞാൻ എടുത്തുനിന്നുള്ളത് ഓപ്ഷനാണ് കേട്ടോ. ഇനി അതിന് വേണ്ടിയിട്ടുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒരു ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ബിരിയാണി പോട്ടിൽ 2 സ്പൂൺ നെയ്യാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. 2 സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഈ തക്കോലവും പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ലൈറ്റായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ലൈറ്റായിട്ട് ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടി ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അത് റോസ്റ്റായി തീരുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ എല്ലാം തന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഓക്കെ, വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഒരുമിച്ചാണ് ഇട്ടത്, അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. എല്ലാം ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള, ടൊമാറ്റോ, യെല്ലോ കളർ ക്യാപ്സിക്കം എല്ലാം കൂടെ ഒരുമിച്ചിട്ട്, ഇത് ഓൾറെഡി ബീൻസ് കുറച്ച് ഹാഫ് ബോയിൽഡ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കുറച്ച് നേരം ഇതൊന്ന് റോസ്റ്റായിട്ട് വന്നതിന് ശേഷം ഞാൻ ഗ്രീൻ പീസും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ട് വശക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആ ഒരു നെയ്യിൽ ഒന്ന് കിടന്ന് ഇങ്ങനെ നല്ല മുരണ്ട് വരണം. അതുകൊണ്ടാണ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നെയ്യ് ചേർക്കുന്നത്. പിന്നെ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പ് അതിലെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടോ? ഓക്കെ, ഇനി ഒന്ന് അടച്ച് വെച്ച് ലൈറ്റായിട്ടൊന്ന് ആ ഒരു വെള്ളമെല്ലാം അതിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം ഇറങ്ങി ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാക്കി കിട്ടുമല്ലോ. അപ്പോൾ ഒന്ന് എല്ലാം തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചൂട് വെള്ളമാണ് ഞാൻ ഇന്ന് ചേർത്തേക്കുന്നത്. ഞാൻ എടുത്ത് വെച്ചേക്കുന്ന അരിക്ക് കണക്കായിട്ടുള്ള ചൂട് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ ചൂടാണ് കേട്ടോ, നല്ല രീതിയിൽ വെട്ടി തിളച്ചിട്ടുള്ള ചൂടൊന്നുമല്ല, ലൈറ്റായിട്ടുള്ള ചൂടിലാണ് ചേർത്തേക്കുന്നത്. വീണ്ടും അടച്ച് വെച്ച് നല്ല രീതിയിൽ ഒന്ന് തിളക്കട്ടെ. ഓക്കെ, തിളച്ചതിന് ശേഷം നമുക്ക് അരി ആഡ് ചെയ്യാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമെന്നാണല്ലോ. ഇതിപ്പം വെജിറ്റബിൾസ് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അരി മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് കണക്കാണോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. വേറെ മസാലകളൊന്നും തന്നെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല. മഞ്ഞപ്പൊടിയോ ഗരം മസാല ഒന്നും തന്നെ ഇടുന്നില്ല. വെറും ഉപ്പ് മാത്രമാണ് ഇടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കാഷ്യൂ, കിസ്മിസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടാം. അതിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം, നമുക്ക് നെയ്യിൽ വേണമെങ്കിൽ വറുത്ത് കോരി ഇടാം. ഓക്കെ, അങ്ങനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സാലഡോ എന്തെങ്കിലും അച്ചാറോ പപ്പടമോ ഒക്കെ വെച്ച് കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിരിക്കും. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു യെല്ലോ കളർ ക്യാപ്സിക്കം കൂടെ വന്നുകൊണ്ട് അതിൻ്റെ മണം നല്ല രീതിയിൽ ആ ഒരു ബിരിയാണിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.